Good morning, my dear students. Welcome back to our online class. In the last class, we have discussed our 10th chapter. Today, we are going to discuss another topic in our 10th chapter. In the last class, we have discussed the main features of the Indian Constitution. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മെയിൻ ഫീച്ചേഴ്സ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഏതൊക്കെയാണ് മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഫീച്ചർ പാർലമെൻ്ററി സിസ്റ്റം. എന്താണ് പാർലമെൻ്ററി സിസ്റ്റം? വാട്ട് ഈസ് പാർലമെൻ്ററി ഡെമോക്രാറ്റിക് സിസ്റ്റം? പാർലമെൻ്ററി ഡെമോക്രാറ്റിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? പീപ്പിൾ എലക്ട് ദെയർ റെപ്രസെൻറ്റേറ്റീവ്സ് ത്രൂ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് ടു ഗവേൺ ദ കൺട്രി. The elected members function as a council of people's representatives. This council of representatives is known as the parliament. ഇപ്പോൾ പാർലമെൻ്ററി ഡെമോക്രാറ്റിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ പീപ്പിൾ എലക്ട് ദെയർ റെപ്രസെൻറ്റേറ്റീവ്സ് ത്രൂ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് ടു ഗവേൺ ദ കൺട്രി. ഒരു രാജ്യത്തെ ഭരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ ഭരിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ജനങ്ങൾ അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സിനെ എലക്ട് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്? ത്രൂ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്. യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തി വോട്ടവകാശം. അതായത് ഒരു ആൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം എപ്പോഴാണ്? അയാൾക്ക് 18 വയസ്സ് പൂർത്തിയാവണം അല്ലേ? അങ്ങനെയാണെങ്കിൽ അയാൾക്ക് ഇലക്ഷനിൽ വോട്ട് ചെയ്യാൻ പറ്റൂ. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഇപ്പോൾ അടുത്ത് നമ്മുടെ പഞ്ചായത്തിൻ്റെ ഇലക്ഷൻ ഉണ്ടായില്ലേ? അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ മുതിർന്ന ആളുകളാണ് വോട്ട് ചെയ്യാൻ പോയിട്ടുണ്ടാവുക. നിങ്ങൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരുന്നോ? ഇല്ല. കാരണം എന്താ? നിങ്ങൾ കുട്ടികളാണ്, 7th സ്റ്റാൻഡേർഡിൽ എത്തിയിട്ടേ ഉള്ളൂ. നിങ്ങൾക്ക് വോട്ടവകാശം ഇല്ല. നിങ്ങൾ 18 വയസ്സാവണം. അപ്പോഴാണ് നിങ്ങൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം കിട്ടുക. അതാണ് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്, പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറയുന്നത്. 18 വയസ്സായി പ്രായപൂർത്തി ആയാലാണ് ഒരാൾക്ക് ഇലക്ഷനിൽ വോട്ട് ചെയ്യാനുള്ള അവകാശം കിട്ടുന്നത്. അപ്പോൾ ജനങ്ങൾ അവരുടെ രാജ്യത്തെ ഭരിക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ റെപ്രസെൻറ്റേറ്റീവിനെ എലക്ട് ചെയ്ത് എടുക്കുന്നു. ദ എലക്റ്റഡ് മെമ്പേഴ്സ് ഫങ്ഷൻ ആസ് എ കൗൺസിൽ ഓഫ് പീപ്പിൾസ് റെപ്രസെൻറ്റേറ്റീവ്സ്. അങ്ങനെ ഇലക്ട് ചെയ്യുന്ന മെമ്പേഴ്സ് എല്ലാവരും കൂടിയിട്ട് എന്താവും? പീപ്പിൾസ് റെപ്രസെൻറ്റേറ്റീവ്സിൻ്റെ ഒരു കൗൺസിൽ ഫോം ചെയ്യുന്നുണ്ട്. ദിസ് കൗൺസിൽ ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ് ഈസ് നോൺ ആസ് ദി പാർലമെൻറ്റ്. അപ്പോൾ ഈ ഒരു റെപ്രസെൻറ്റേറ്റീവ്സ് എല്ലാവരും, അതായത് ആരൊക്കെയാണോ നമ്മൾ വോട്ട് ചെയ്ത് തിരഞ്ഞെടുത്തത് ആ റെപ്രസെൻറ്റേറ്റീവ്സ് എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ആ ഒരു കൗൺസിലിനെയാണ് എന്ത് പറയുക? പാർലമെൻറ്റ് എന്ന് പറയുന്നത്. The parliamentary system is a form of government formed by the elected representatives. അപ്പോൾ പാർലമെൻ്ററി സിസ്റ്റം എന്ന് പറയുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു ഫോമാണ്. അതിലെങ്ങനെയൊക്കെ ആരൊക്കെ ഉണ്ടാവും? എലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ്. അപ്പോൾ നമ്മൾ വോട്ട് ചെയ്ത് എലക്ഷൻ ഉണ്ടായി, ആ ഇലക്ഷനിൽ വോട്ട് ചെയ്ത് തിരഞ്ഞെടുത്ത റെപ്രസെൻറ്റേറ്റീവ്സ് അങ്ങനെ ഫോം ചെയ്ത് ഉള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുക? പാർലമെൻ്ററി സിസ്റ്റം. ലോ മേക്കിംഗ് ഈസ് ദി മേജർ ഫങ്ഷൻ ഓഫ് ദി പാർലമെൻറ്റ്. അപ്പോൾ പാർലമെൻറ്റിൻ്റെ ഒരു മേജർ ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ലോ മേക്കിംഗ്, നിയമനിർമ്മാണമാണ് പാർലമെൻറ്റിൻ്റെ ഒരു മേജർ ഫങ്ഷൻ. അപ്പോൾ ഇതാണ് പാർലമെൻ്ററി ഡെമോക്രാറ്റിക് സിസ്റ്റം. പാർലമെൻ്ററി ഡെമോക്രാറ്റിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അപ്പോൾ നിങ്ങൾ ഈ ഒരു പാരഗ്രാഫ് കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ ആൻസറായിട്ട് വരും. In India, there are elected councils of people's representatives at the center and in the states according to the parliamentary system of government. This is a parliament at the center and state legislative assemblies in the states. അപ്പോൾ ഇന്ത്യയിൽ എങ്ങനെയാണ്? ഇന്ത്യയിൽ എന്ന് പറഞ്ഞാൽ there are elected councils of people's representatives. ഇപ്പോൾ നമുക്ക് ഗവൺമെൻറ്റിൻ്റെ പാർലമെൻ്ററി സിസ്റ്റം എന്ന് പറഞ്ഞാൽ അത് സ്റ്റേറ്റ് തലത്തിലും സെൻട്രൽ തലത്തിലും ഉണ്ട് അല്ലേ? അപ്പോൾ the prime minister and the other ministers can continue in power till they enjoy the majority in the parliament. പ്രൈം മിനിസ്റ്ററും മറ്റ് മിനിസ്റ്റേഴ്സും അവർ പാർലമെൻറ്റിൽ അവരുടെ ആ ഒരു പവറുണ്ട്. സിമിലർലി ദ ചീഫ് മിനിസ്റ്റർ ആൻഡ് ദ അതർ മിനിസ്റ്റേഴ്സ് ക്യാൻ കണ്ടിന്യൂ ഇൻ പവർ ടിൽ ദേ എൻജോയ് ദ മെജോറിറ്റി ഇൻ ദ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. ഇപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്ക് സ്റ്റേറ്റ് ഗവൺമെൻറ്റും അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റും ഉണ്ട്. പ്രൈം മിനിസ്റ്ററും മറ്റു മന്ത്രിമാരും അവർ പാർലമെൻറ്റിൽ അവരുടെ പവർ
അവരുപയോഗിക്കുന്നുണ്ട് അല്ലേ. അതേപോലെ തന്നെ ചീഫ് മിനിസ്റ്റർ മറ്റ് മിനിസ്റ്റേഴ്സും എങ്ങനെയാണ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലാണ് അവരുടെ അധികാരമുള്ളത്. ദ പാർലമെൻ്ററി സിസ്റ്റം എൻഷുവേഴ്സ് ദ പീപ്പിൾസ് അതോറിറ്റി ആൻഡ് കൺട്രോൾ ഓവർ ദ rulers through the elected representatives. On the contrary, in the presidential system, the people directly elect the head of the state. എന്നാൽ പിന്നെ പ്രസിഡൻഷ്യൽ സിസ്റ്റം, ഇപ്പോൾ നമ്മൾ പാർലമെൻ്ററി സിസ്റ്റമാണ് ഈ ഒരു രീതിയിൽ പറഞ്ഞത്. എന്നാൽ പ്രസിഡൻഷ്യൽ സിസ്റ്റത്തിൽ എങ്ങനെയാണ്? ദ പീപ്പിൾ ഡയറക്റ്റ്ലി എലക്ട് ദ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ്. ജനങ്ങൾ നേരിട്ട് സ്റ്റേറ്റിൻ്റെ ഹെഡിനെ തിരഞ്ഞെടുക്കുകയാണ്. അതാണ് പ്രസിഡൻഷ്യൽ സിസ്റ്റത്തിൽ. യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക ആൻഡ് ഫ്രാൻസ് ആർ എക്സാമ്പിൾസ്. അപ്പോൾ അതിന് എക്സാമ്പിൾ ഏതൊക്കെയാണ് പ്രസിഡൻഷ്യൽ സിസ്റ്റത്തിന്? യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക അല്ലേ, അമേരിക്കയും ഫ്രാൻസും എക്സാമ്പിളാണ്. അപ്പോൾ നിങ്ങൾ അടുത്താണ് ഇവിടെ അമേരിക്കയിൽ പ്രസിഡൻഷ്യൽ തിരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ പേപ്പറിൽ വായിച്ചിട്ടുണ്ടാവും ആ ന്യൂസൊക്കെ അല്ലേ. അപ്പോൾ എങ്ങനെയാണ് പ്രസിഡൻഷ്യൽ സിസ്റ്റത്തിൽ പീപ്പിൾ ഡയറക്റ്റ്ലി എലക്ട് ദ ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു പാരഗ്രാഫിൽ എഴുതേണ്ടത് എന്താണ്? അതിൽ നിങ്ങൾ എഴുതേണ്ട ഭാഗം എന്ന് പറഞ്ഞത് ദർ ഈസ് എ Parliament at the center and state legislative assemblies in the state. The Prime Minister and other ministers can continue in power till they enjoy the majority in the Parliament. Similarly, the Chief Minister and other ministers can continue in power till they enjoy the majority in the state legislative assembly. ഈ ഒരു പാരഗ്രാഫിൽ ഇത്ര എഴുതുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എഴുതേണ്ടത് ലാസ്റ്റ് ആണ്. ഇൻ ദി പ്രസിഡൻഷ്യൽ സിസ്റ്റം ദ പീപ്പിൾ ഡയറക്റ്റ്ലി എലക്ട് ദി ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ആൻഡ് ഫ്രാൻസ് ആർ എക്സാമ്പിൾസ്. ഇതാണ് ഈ ഒരു പാരഗ്രാഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ളത്. ഇനി അടുത്ത് നോക്കൂ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. എന്താണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ? ഫണ്ടമെൻ്റൽ റൈറ്റ്സ് are guaranteed by the Indian Constitution for the success of democracy and the comprehensive development of citizens. ഇപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അത് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് ഗ്യാരണ്ടി തരുന്നുണ്ട്. എന്തിൻ്റെയൊക്കെയാണ്? ഫോർ ദി സക്സസ് ഓഫ് ഡെമോക്രസി അല്ലേ, ജനാധിപത്യത്തിൻ്റെ സക്സസ്സും അതുപോലെ തന്നെ ഓരോ സിറ്റിസൺസിൻ്റെയും കോംപ്രഹെൻസീവ് ഡെവലപ്മെൻറ്റ്, അവരുടെ മൊത്തത്തിലുള്ള ഒരു ഡെവലപ്മെൻറ്റുമാണ് നമുക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ് ഗ്യാരണ്ടി നൽകുന്നത്. ദ ഗവൺമെൻറ്റ്സ് ഹാവ് ദ റെസ്പോൺസിബിലിറ്റി ടു എൻഷുർ ദീസ് റൈറ്റ് ടു എയർ സിറ്റിസൺസ്. അപ്പോൾ ഒരു രാജ്യത്തിലെ ജനങ്ങൾക്ക് ഈ ഫണ്ടമെൻ്റൽ റൈറ്റുകളൊക്കെ നൽകുക എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. If the fundamental rights are violated, the citizens has the right to approach either the High Courts or the Supreme Court. ഇനി ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആരെങ്കിലും വയലേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഹൈക്കോർട്ടിനെയോ സുപ്രീം കോർട്ടിനെയോ അപ്രോച്ച് ചെയ്യാം. The Constitution entrusts the courts to issue certain writs to protect the rights of the citizen in such circumstances. അപ്പോൾ ഇങ്ങനെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആരെങ്കിലും വയലേറ്റ് ചെയ്യണം അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്താണ് അവർക്കെതിരെ അങ്ങനെയുള്ള സർക്കംസ്റ്റാൻസസിൽ കോടതികൾക്ക് ചില റിറ്റ്സുകൾ പിന്നെ ആ റൈറ്റ്സുകൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് കൊടുക്കാം. അപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അതിൽ നിങ്ങൾ ഫസ്റ്റ് സെൻറ്റൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ ഗ്യാരണ്ടീഡ് ബൈ ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ ദി സക്സസ് ഓഫ് ഡെമോക്രസി ആൻഡ് ദി കോംപ്രിഹെൻസീവ് ഡെവലപ്മെൻറ്റ് ഓഫ് സിറ്റിസൺസ്. പിന്നെ ഇനി എന്തൊക്കെയാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്? റൈറ്റ് ടു ഈക്വാളിറ്റി അല്ലേ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. റൈറ്റ് ടു ഈക്വാളിറ്റി, ഈക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? സമത്വം അല്ലേ, സമത്വത്തിനുള്ള അവകാശം. റൈറ്റ് ടു ഫ്രീഡം, ഫ്രീഡത്തിനുള്ള അവകാശമുണ്ട്. റൈറ്റ് എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ചൂഷണം, അതിനെതിരെയുള്ള അവകാശം. റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, അതുപോലെ തന്നെ നമുക്ക് എന്തുണ്ട്? നമ്മുടെ മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശമുണ്ട്. കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്, കൾച്ചറലായിട്ടുള്ളതും എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള റൈറ്റ്സ് ഉണ്ട്. റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ഭരണഘടനാപരമായിട്ടുള്ള പരിഹാരം അതിന് ഉള്ള അവകാശങ്ങളുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസിനുള്ള അവകാശമുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആയിട്ടുള്ളത്. അപ്പോൾ നോക്കൂ, അടുത്തൊരു പിക്ചർ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ട് അല്ലേ. വിദ്യാഭ്യാസ അവകാശം, സർവശിക്ഷാ അഭിയാൻ, സർവരും പഠിക്കുക സർവരും വളരുക. ഈ ഒരു പിക്ചർ നിങ്ങൾക്ക് കാണാണ്ട്. ഈ പിക്ചർ വാട്ട് ഡസ് ദിസ് പിക്ചർ ഇൻഡിക്കേറ്റ്? അപ്പോൾ ഈ പിക്ചർ എന്താണ് ഇൻഡിക്കേറ്റ്? ഈ പിക്ചറിലൂടെ എന്താണ് നമുക്ക്
സൂചിപ്പിക്കുന്നത് എന്താ? ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ഫോർ ഓൾ ചിൽഡ്രൻ ബിറ്റ്വീൻ 6 and 14 ഇയേഴ്സ് ഓഫ് ഏജ് ഈസ് എ ഫണ്ടമെൻ്റൽ റൈറ്റ്. ഇത് നമ്മുടെ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റാണ്. എന്താ ഫണ്ടമെൻ്റൽ റൈറ്റ്? ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ഫോർ ഓൾ ചിൽഡ്രൻ ബിറ്റ്വീൻ 6 and 14 ഇയേഴ്സ് ഓഫ് ഏജ് ഈസ് എ ഫണ്ടമെൻ്റൽ റൈറ്റ്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസം എന്നുള്ളത് നമ്മുടെ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റാണ്. The right to education is included in Article 21A of the Constitution. അപ്പോൾ ഈ റൈറ്റ് ടു എഡ്യൂക്കേഷൻ, നമുക്ക് എഡ്യൂക്കേഷനുള്ള അവകാശം എന്നുള്ളത് ഇൻക്ലൂഡ് ചെയ്ത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 21A നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കണ്ടൻറ്റ് പറഞ്ഞപ്പോൾ പറഞ്ഞു അല്ലേ, അതിൽ ആർട്ടിക്കിൾസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആർട്ടിക്കിൾ 21A ഏത് പറയണത്? റൈറ്റ് ടു എഡ്യൂക്കേഷൻ. എന്താണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ? ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ഫോർ ഓൾ ചിൽഡ്രൻ ബിറ്റ്വീൻ 6 and 14 ഇയേഴ്സ് ഓഫ് ഏജ്. അതാണ് എന്ത്? റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്നുള്ളത്. അപ്പോൾ ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദി കൺട്രി ടു എൻഷുർ ക്വാളിറ്റി പ്രൈമറി എഡ്യൂക്കേഷൻ ഫോർ ഓൾ ചിൽഡ്രൻ. അപ്പോൾ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് എല്ലാവർക്കും ഫ്രീ ആയിട്ടുള്ളത് എഡ്യൂക്കേഷൻ, ക്വാളിറ്റി ആയിട്ടുള്ള പ്രൈമറി എഡ്യൂക്കേഷൻ എന്നുള്ളത്. ഇപ്പോൾ സർവശിക്ഷ അഭിയാൻ്റെ ലോഗോയാണിത്. സർവശിക്ഷ അഭിയാൻ അതിൻ്റെ ഒരു പിക്ചറാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ എഴുതേണ്ട ഹെഡിങ് എന്താണ്? റൈറ്റ് ടു എഡ്യൂക്കേഷൻ. റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്നുള്ള ഹെഡിങ് കൊടുത്തിട്ട് നിങ്ങൾ എഴുതേണ്ടത് എന്താണ്? അതിൻ്റെ താഴെ എഴുതുക ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ഫോർ ഓൾ ചിൽഡ്രൻ ബിറ്റ്വീൻ 6 and 14 ഇയേഴ്സ് ഓഫ് ഏജ് ഈസ് എ ഫണ്ടമെൻ്റൽ റൈറ്റ്. The right to education is included in Article 21A of the Constitution. അത്രയുമാണ് ഇതിൽ നിങ്ങൾ എഴുതേണ്ടത്. അതാണ് എന്തിൻ്റെ ആൻസർ? റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്നുള്ളതിൻ്റെ ആൻസർ. ഇനി നോക്കൂ, ഇപ്പോൾ നമ്മൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ് പറഞ്ഞത്. അടുത്തത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. എന്താണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്? ഇപ്പോൾ നമുക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉണ്ട്, അതേപോലെ തന്നെ ഓരോ സിറ്റിസണിനും നമ്മുടെ സ്റ്റേറ്റ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസും തരുന്നുണ്ട്. എന്താ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്? ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആർ ദ ഡ്യൂട്ടീസ് ഓഫ് ഈച്ച് ആൻഡ് എവരി സിറ്റിസൺ ടുവാർഡ്സ് ദ നേഷൻ ദാറ്റ് ആർ ടു ബി പെർഫോംഡ് കമ്പൽസറിലി. അപ്പോൾ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് ഓരോ സിറ്റിസണും നിർബന്ധമായിട്ടും പാലിക്കേണ്ട ചില ഡ്യൂട്ടികളെയാണ് നമ്മൾ എന്തു പറയുന്നത്? ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. The fundamental duties insist that citizens should respect the Constitution and government institutions, protect environment and preserve the great Indian cultural heritage. അപ്പോൾ എന്താണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്? എന്തൊക്കെയാണ്? ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഇൻസിസ്റ്റ് ദാറ്റ് സിറ്റിസൺ ഷുഡ് റെസ്പെക്ട് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനെ റെസ്പെക്റ്റ് ചെയ്യണം, അതുപോലെ തന്നെ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷനെ റെസ്പെക്റ്റ് ചെയ്യണം. അതുപോലെ പ്രൊട്ടക്റ്റ് എൻവിയോൺമെൻറ്റ്, നമ്മുടെ എൻവിയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. ആൻഡ് പ്രിസർവ് ദ ഗ്രേറ്റ് ഇന്ത്യൻ കൾച്ചറൽ ഹെറിറ്റേജ്, നമ്മുടെ മഹത്തായ ഇന്ത്യയുടെ കൾച്ചറൽ ഹെറിറ്റേജിനെ പ്രിസർവ് ചെയ്യണം, സംരക്ഷിക്കണം. ഇതൊക്കെയാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിലൂടെ പറയുന്നത്. The society will progress smoothly only when every citizen perform his duties while enjoying his rights. അപ്പോൾ നമ്മൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എൻജോയ് ചെയ്യുന്നത് പോലെ തന്നെ ഓരോ സിറ്റിസണും എന്ത് വേണം? അവൻ്റെ ഡ്യൂട്ടീസ് ശരിയായ രീതിയിൽ പെർഫോം ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മുടെ സൊസൈറ്റി വളരെ സ്മൂത്തായിട്ട് ഫങ്ഷൻ ചെയ്യുകയുള്ളൂ. ദ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ആർ ലൈക്ക് ദ ടു സൈഡ്സ് ഓഫ് എ കോയിൻ. അപ്പോൾ നമ്മൾ ഒരു കോയിൻ്റെ തന്നെ രണ്ട് സൈഡ് പോലെയാണ് റൈറ്റ്സും ഡ്യൂട്ടീസും. അതായത് ഫണ്ടമെൻ്റൽ റൈറ്റ്സും ഡ്യൂട്ടീസും എന്താണ്? ഒരു കോയിൻ്റെ തന്നെ രണ്ട് സൈഡ് പോലെയാണെന്ന് പറഞ്ഞാൽ എന്താ? ഒരു കോയിൻ്റെ രണ്ട് സൈഡും ഉണ്ടെങ്കിലല്ലേ അതിന് വാല്യൂ ഉള്ളൂ, അല്ലേ? അതിൻ്റെ ഒരു സൈഡിൽ എല്ലാം മാഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ കോയിൻ കൊണ്ട് വളരെ എന്തെങ്കിലും ഉപകാരം ഉണ്ടോ? ഇല്ല. അതുപോലെ തന്നെയാണ് ഇവിടെ പറയുന്നത്, നമുക്ക് ഗവൺമെൻറ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് തരുന്നുണ്ട്. അത് നമ്മൾ ആ റൈറ്റ്സുകൾ നമ്മൾ എൻജോയ് ചെയ്യുന്നത് പോലെ തന്നെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസും നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ബാധ്യസ്ഥരാണ്. അപ്പോൾ
അതാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. അപ്പോൾ എന്തൊക്കെയാണ് അതിൽ എഴുതേണ്ടത്? ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്നുള്ള ഹെഡിങ്ങിൽ നമ്മൾ എഴുതേണ്ട കാര്യങ്ങൾ: ദ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഇൻസിസ്റ്റ് ദാറ്റ് സിറ്റിസൺസ് ഷുഡ് റെസ്പെക്ട് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പ്രൊട്ടക്റ്റ് എൻവിയോൺമെൻറ്റ് ആൻഡ് പ്രിസർവ് ദ ഗ്രേറ്റ് ഇന്ത്യൻ കൾച്ചറൽ ഹെറിറ്റേജ്. അത്രയും കാര്യങ്ങൾ അതിൽ എഴുതണം. ഇനി അടുത്തത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. എന്താണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി? നോക്കാം. ഇവിടെ കുറച്ച് ന്യൂസ് കൊളാഷ് കൊടുത്തിട്ടുണ്ട് അല്ലേ. എന്തൊക്കെയാണ് അതിൽ പറയുന്നത്? ഈക്വൽ പേ ഫോർ മെൻ ആൻഡ് വുമൺ അണ്ടർ ദി മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം. മഹാത്മാഗാന്ധി റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം, ആ ഒരു സ്കീമിലൂടെ ഈക്വൽ പേ, സ്ത്രീക്കും പുരുഷനും തുല്യമായിട്ട് എന്ത് കിട്ടണം? ഈക്വൽ പേ, രണ്ടുപേർക്കും തുല്യ രീതിയിൽ ജോലിക്ക് അവർക്ക് കൂലി കിട്ടണം എന്നുള്ളതാണ്. സെപ്പറേറ്റ് നാഷണൽ പാർക്സ് ഫോർ ദി പ്രൊട്ടക്ഷൻ ഓഫ് താർസ്. അതുപോലെ തന്നെ നീലഗിരി താറുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇപ്പോൾ പിന്നെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവിവർഗമാണ് താറുകൾ, നീലഗിരി താർസ് എന്നൊക്കെ. അപ്പോൾ അവയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് പ്രത്യേകം നാഷണൽ പാർക്ക് വേണം. അടുത്തത് നോക്കിയേ, ഫ്രീ മെഡിക്കൽ ഇൻഷുറൻസ് ഫോർ ദി സോഷ്യലി ആൻഡ് എക്കണോമിക്കലി ബാക്ക്വേർഡ് പീപ്പിൾ. ഇനി വളരെ സാമ്പത്തികമായിട്ടും സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും സോഷ്യലിയും ബാക്ക്വേർഡ് നിൽക്കുന്ന ആളുകൾക്ക് ഫ്രീ ആയിട്ട് മെഡിക്കൽ ഇൻഷുറൻസ് വേണം. അടുത്തത് എന്താണ്? ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടർടേക്സ് ദ പ്രിസർവേഷൻ ഓഫ് ആൻഷ്യൻ ഫോർട്സ്. ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പുരാവസ്തു വകുപ്പാണ് ആർക്കിയോളജി. അവർ ആൻഷ്യൻ്റ് ഫോർട്ടുകൾ, പഴയ പ്രാചീന ഫോർട്ടുകൾ, കോട്ടകളുടെയൊക്കെ പ്രിസർവേഷൻ, സംരക്ഷണം അവരെ ഏറ്റെടുക്കുക. അപ്പോൾ ഇങ്ങനെ കുറേ ന്യൂസ് കൊളാഷ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ന്യൂസ് ഹെഡ്ലൈൻസിലൂടെയൊക്കെ തന്നെ നമുക്ക് എന്തൊക്കെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസാണ് ഇതിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുക. അതാണ് പറയുന്നത്, ഫൈൻഡ് ഔട്ട് ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് റിഫ്ലക്റ്റഡ് ഇൻ ദീസ് ന്യൂസ് ഹെഡ്ലൈൻസ്. ഈ ന്യൂസ് ഹെഡ്ലൈൻസിലൂടെ നമുക്ക് കിട്ടുന്ന ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്? അതാണ് താഴെ: ഈക്വൽ വേജസ് ഫോർ ഈക്വൽ വർക്ക് ഫോർ ഓൾ ഇറസ്പെക്റ്റീവ് ഓഫ് ജെൻഡർ. അപ്പോൾ ആദ്യത്തേതിൽ നിന്നാണ് ജെൻഡറിൻ്റെ വ്യത്യാസമില്ലാതെ. അപ്പോൾ അവിടെ എന്താ പറയുന്നത്? സ്ത്രീക്കും പുരുഷനും ഈക്വൽ പേ വേണമെന്നല്ലേ. അതാണ് ജെൻഡറിൻ്റെ വ്യത്യാസമില്ലാതെ, സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ ഒരേ ജോലി ചെയ്യുന്നവർക്ക് എന്തു വേണം? തുല്യ വേജ് വേണം, തുല്യ കൂലി വേണം. ഇനി രണ്ടാമത്തത് എന്താ? പ്രൊട്ടക്ഷൻ ഓഫ് ദി എൻവിയോൺമെൻറ്റ് ബൈ കൺസർവിങ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ്. ഇനി ഫോറസ്റ്റും വൈൽഡ് ലൈഫും കൺസേർവ് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ എന്തിനേയും പ്രൊട്ടക്റ്റ് ചെയ്യുക, എൻവിയോൺമെൻറ്റിനെയും. ഇനി കൺസർവേഷൻ ഓഫ് ഓൾ മോണമെൻറ്റ്സ് ഓഫ് നാഷണൽ ആൻഡ് ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ്. അതുപോലെ എല്ലാ മോണമെൻറ്റ്സിനെയും നാഷണൽ ആൻഡ് ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള, ദേശീയവും ചരിത്രപരവുമായിട്ട് പ്രാധാന്യമുള്ള എല്ലാ സ്മാരകങ്ങളും, മോണമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ സ്മാരകമാണ്, എല്ലാ മോണമെൻറ്റ്സിനെയും കൺസേർവ് ചെയ്യണം. ഇനി അടുത്തത് എന്താ? വെൽഫെയർ ഓഫ് സിറ്റിസൺസ് ബൈ ബിൽഡിംഗ് അപ്പ് എ സിസ്റ്റം ബേസ്ഡ് ഓൺ എക്കണോമിക്, സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ്. അടുത്തത് വെൽഫെയർ ഓഫ് സിറ്റിസൺസ്. അതെങ്ങനെയാണ്? ബൈ ബിൽഡിംഗ് അപ്പ് എ സിസ്റ്റം ബേസ്ഡ് ഓൺ എക്കണോമിക്, സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ്. എക്കണോമിക്, സോഷ്യൽ, പൊളിറ്റിക്കൽ ജസ്റ്റിസിൽ അതിൽ ബേസ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യണം അല്ലേ. എല്ലാ ആളുകൾക്കും ഒരുപോലെ വെൽഫെയർ കിട്ടുന്ന തരത്തിലുള്ള ഒരു സിസ്റ്റം വേണം ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ന്യൂസ് കൊളാഷിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. അപ്പോൾ ഇതിനെയാണ് സം പ്രിൻസിപ്പിൾസ് ആർ ലേഡ് ഡൗൺ ഇൻ അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് ഡയറക്ഷൻസ് ഫോർ ദി പോളിസി മേക്കേഴ്സ് ആൻഡ് റൂളേഴ്സ് ടു എൻഷുർ സോഷ്യൽ ജസ്റ്റിസ്. ദേ ആർ നോൺ ആസ് ദി ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? സം പ്രിൻസിപ്പിൾസ്, അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പിന്നെ എല്ലാവർക്കും സോഷ്യൽ ജസ്റ്റിസ് ഉറപ്പാക്കുന്ന ഇതുപോലെയുള്ള ഡയറക്ഷൻസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്നത്. അപ്പോൾ സം ഓഫ് ദി ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഇൻക്ലൂഡഡ് ഇൻ ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ഇനി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസാണ് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ളത്. എവിടെ? ഇപ്പോൾ നമ്മൾ മുകളിൽ പറഞ്ഞു. അപ്പോൾ നിങ്ങളിവിടെ 2 ക്വസ്റ്റ്യൻസ് എഴുതാണ്ട്, ഒന്ന് എന്താണ്? വാട്ട് ഈസ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി?
വാട്ട് ഈസ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി? അതിനെന്താണ്? സം പ്രിൻസിപ്പിൾസ് ആർ ലേഡ് ഡൗൺ ഇൻ അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് ഡയറക്ഷൻസ് ഫോർ ദി പോളിസി മേക്കേഴ്സ് ആൻഡ് റൂളേഴ്സ് ടു എൻഷുർ സോഷ്യൽ ജസ്റ്റിസ്. ദേ ആർ നോൺ ആസ് ദി ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. അതാണ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, സം ഓഫ് ദി ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഇൻക്ലൂഡഡ് ഇൻ ദി കോൺസ്റ്റിറ്റ്യൂഷൻ വിച്ച് ആർ ദേ? അതിനേതാണ് നിങ്ങൾ എഴുതേണ്ടത്? ഈ പോയിന്റുകൾ, ഈ 4 പോയിന്റുകൾ നിങ്ങൾ എഴുതണം. മനസ്സിലായല്ലോ? ദെൻ നെക്സ്റ്റ് എന്താണ് അടുത്തത്? അടുത്തത് നോക്കൂ, ദ റൂൾ ഓഫ് ലോ. അടുത്തത് റൂൾ ഓഫ് ലോ ആണ്. റൂൾ ഓഫ് ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഓൾ ആർ ഈക്വൽ ബിഫോർ ലോ, അല്ലേ? എല്ലാവരും, നിയമത്തിന് മുന്നിൽ എല്ലാവരും ഈക്വലാണ്. നിയമത്തിന് മുന്നിൽ എല്ലാവരും ഒരുപോലെയാണ്. എന്താ ഇതുകൊണ്ട് അർത്ഥാക്കുന്നത്? ഓൾ ആർ ഈക്വൽ ബിഫോർ ലോ. ഇറ്റ് മീൻസ് ദാറ്റ് ഇൻ എ ഡെമോക്രസി നോബഡി ഈസ് എബവ് ദ ലോ ആൻഡ് ദാറ്റ് ഓൾ ആർ സബ്ജക്റ്റ് ടു ലോ. അപ്പോൾ ഈ ഒരു ഇതുകൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ ആരും നിയമത്തിന് മുകളിലുമല്ല അതിൻ്റെ താഴെയുമല്ല, അല്ലേ? ഓൾ ആർ ഈക്വൽ ബിഫോർ ലോ എന്ന് പറഞ്ഞാൽ നോബഡി ഈസ് എബവ് ദ ലോ ആൻഡ് ദാറ്റ് ആർ സബ്ജക്റ്റ് ലോ. ദ റൂൾ ഓഫ് ലോ വാസ് ഡെവലപ്ഡ് ഇൻ ഇറ്റ് സിവിലൈസ്ഡ് ആൻഡ് മോഡേൺ ഫോം ബേസ്ഡ് ഓൺ ദി ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഈ റൂൾ ഓഫ് ലോ ഡെവലപ്പ് ചെയ്തത്, ഈ ഒരു ഇന്നത്തെ സിവിലൈസ്ഡ് ആയിട്ടുള്ള മോഡേൺ ഫോമിൽ ഡെവലപ്പ് ചെയ്തത് ഇതിനെ ബേസ് ചെയ്തിട്ടാണ്? ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനെ. അപ്പോൾ നിങ്ങൾ റൂൾ ഓഫ് ലോ എന്നുള്ള ഹെഡിങ് കൊടുത്തിട്ട് ഓൾ ആർ ഈക്വൽ ബിഫോർ ലോ അതെഴുതുക. അത് കഴിഞ്ഞിട്ട് എന്താ എഴുതുക? ഒരു ഐഫൺ ഇട്ടിട്ട് ഇറ്റ് മീൻസ് ദാറ്റ് ഇൻ എ ഡെമോക്രസി നോബഡി ഈസ് എബവ് ദ ലോ ആൻഡ് ദാറ്റ് ഓൾ ആർ സബ്ജക്റ്റ് ടു ലോ. ദെൻ നെക്സ്റ്റ്, ദ റൂൾ ഓഫ് ലോ വാസ് ഡെവലപ്ഡ് ഇൻ ഇറ്റ് സിവിലൈസ്ഡ് ആൻഡ് മോഡേൺ ഫോം ബേസ്ഡ് ഓൺ ദി ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ. അത്രയുമാണ് അതിൽ വരുന്നത്. അപ്പോൾ അടുത്തൊരു ഫീച്ചർ റൂൾ ഓഫ് ലോ എന്നുള്ളത് ഇത്രയും കാര്യങ്ങളാണ്. ദെൻ നെക്സ്റ്റ് എന്താണ്? ഫെഡറൽ സിസ്റ്റം. എന്താണ് ഫെഡറൽ സിസ്റ്റം നോക്കാം. ഫെഡറൽ സിസ്റ്റം എന്താണ്? ഫെഡറൽ, ഇവിടെ ഒരു ഫുഡ് സെക്യൂരിറ്റി ബിൽ പാസ്ഡ് എന്നുള്ള ഒരു ഇത് എഴുതിയിട്ടുണ്ട്, അല്ലേ? എന്താണ് ഫുഡ് ദ പാർലമെൻറ്റ് ഹാസ് പാസ്ഡ് ദി ഫുഡ് സെക്യൂരിറ്റി ബിൽ. എ ഗൈഡ് ലൈൻ ഹാസ് ബീൻ പ്രിപ്പയർഡ് ടു എൻഷുർ ദ പാർട്ടിസിപ്പേഷൻ ഓഫ് ദി സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ ഗവൺമെൻറ്റ്സ്. The food security bill was passed by the parliament and it became an act in 2013. അപ്പോൾ ഫുഡ് സെക്യൂരിറ്റി ബില്ല് പാർലമെൻറ്റ് പാസ്സാക്കിയത് എന്നാണ്? പാസ്സാക്കുകയും അത് നിലവിൽ വന്നത് 2013. ഇറ്റ്സ് എയിം ഈസ് ടു എൻഷുർ ദ അവൈലബിലിറ്റി ഓഫ് ഫുഡ് ഫോർ ഓൾ സെക്ഷൻസ് ഓഫ് പീപ്പിൾ ഇൻ ഇന്ത്യ. ഇതിൻ്റെ ഒരു എയിം എന്തായിരുന്നു? ഇന്ത്യയിലെ എല്ലാ വിഭാഗം ആളുകൾക്കും ഫുഡ് കിട്ടുക എന്നുള്ളത്, ഫുഡ് എൻഷുർ ചെയ്യുക എന്നുള്ളതായിരുന്നു ഇതിൻ്റെ ഒരു എയിം. ദിസ് ആക്ട് ഈസ് ഇംപ്ലിമെൻറ്റഡ് വിത്ത് ദ സപ്പോർട്ട് ഓഫ് ദി സ്റ്റേറ്റ്. അപ്പോൾ ഈ ഒരു ആക്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തത് സ്റ്റേറ്റിൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ടാണ്. ദ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ആർ ട്രൈയിങ് ടു ഇംപ്ലിമെൻറ്റ് ഇറ്റ്. Thus, the system of government in India shares power with the central, state and local governments. This is known as the federal system. അപ്പോൾ ഫെഡറൽ സിസ്റ്റം എന്താണ്? ഫെഡറൽ സിസ്റ്റം, the system of government in India shares power with the central, state and local governments. This is known as the federal system. ഫെഡറൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ അധികാരം സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, അതുപോലെ തന്നെ ലോക്കൽ ഗവൺമെൻറ്റ്സ് അതിന് ഷെയർ ചെയ്യുന്നുണ്ട്. ഈ ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ ഫെഡറൽ സിസ്റ്റം എന്ന് പറയുന്നത്. Contrary to the federal system, if all the power is vested in the central government, it is known as the unitary system. ഇനി ഫെഡറൽ സിസ്റ്റത്തിന് നേരെ എതിരെ എങ്ങനെയാണ്? എല്ലാ അധികാരവും സെൻട്രൽ ഗവൺമെൻറ്റിൽ മാത്രം വരികയാണെങ്കിൽ അതിനെ എന്താ പറയുക? യൂണിറ്ററി സിസ്റ്റം. അപ്പോൾ ഇവിടെ ഫെഡറൽ സിസ്റ്റവും ഉണ്ട്, യൂണിറ്ററി സിസ്റ്റം ഉണ്ട്. അപ്പോൾ എന്താണ് ഡിഫറൻസ് രണ്ടും തമ്മിലുള്ള? അപ്പോൾ ആദ്യം ഫെഡറൽ സിസ്റ്റം എന്നുള്ള ഹെഡിങ് കൊടുക്കുക. അതിലെന്താണ് എഴുതേണ്ടത്? ദ സിസ്റ്റം ഓഫ് ഗവൺമെൻറ് ഇൻ ഇന്ത്യ ഷെയർസ് പവർ വിത്ത് ദ സെൻട്രൽ, സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ ഗവൺമെൻറ്റ്സ്. ദിസ് ഈസ് നോൺ ആസ് ദി ഫെഡറൽ സിസ്റ്റം. ഇനി അടുത്തത് യൂണിറ്ററി സിസ്റ്റം എന്നുള്ള ഹെഡിങ് ആണ്. അതിലെഴുതേണ്ടത് എന്താണ്? ഇഫ് ഓൾ ദി പവർ ഈസ് വെസ്റ്റഡ് ഇൻ ദ സെൻട്രൽ ഗവൺമെൻറ്, ഇറ്റ് ഈസ് നോൺ ആസ് ദി യൂണിറ്ററി സിസ്റ്റം. അത്രയുമാണ് അതിൽ വരുന്നത്. ഇനി അടുത്തത് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. എന്താണ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ? റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് റിട്ടൺ ഇൻ ദ ഫോം ഓഫ് എ ടെക്സ്റ്റ്.
ഇറ്റ് ഈസ് ദ വേൾഡ്സ് ലോങ്ങസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇപ്പം നമ്മുടെ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എഴുതി വയ്ക്കപ്പെട്ടുള്ള ഒരു ഭരണഘടനയാണ് അല്ലേ, കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഇങ്ങനെ ഫോം ഓഫ് ടെക്സ്റ്റ് പോലെ എഴുതി വയ്ക്കപ്പെട്ടതാണ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇറ്റ് ഈസ് ദ വേൾഡ്സ് ലോങ്ങസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വേൾഡിലെ തന്നെ ലോങ്ങസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനാണ് അല്ലേ, നമ്മുടെ ലോകത്തിലെ തന്നെ എഴുതപ്പെട്ടിട്ടുള്ള ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഇനി ഒരുപാട് റിട്ടണും വേൾഡിൽ തന്നെ ദർ ആർ റിട്ടൺ ആൻഡ് അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ദ വേൾഡിൽ തന്നെ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനും ഉണ്ട്, അതുപോലെ തന്നെ അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനും ഉണ്ട്. എന്താണ് അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ? അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ മീൻസ് എ ഡോക്യുമെൻറ്റ് വിച്ച് ഈസ് നോട്ട് റിട്ടൺ ഇൻ ദ ഫോം ഓഫ് എ ടെക്സ്റ്റ്. അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ടെക്സ്റ്റിൻ്റെ ഫോമിൽ എഴുതി വയ്ക്കപ്പെട്ടിട്ടില്ലാത്ത കോൺസ്റ്റിറ്റ്യൂഷനെയാണ് അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനും അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനും, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ? റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ മീൻസ് ഇറ്റ് ഈസ് റിട്ടൺ ഇൻ ദ ഫോം ഓഫ് എ ടെക്സ്റ്റ്, ബട്ട് അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ മീൻസ് എ ഡോക്യുമെൻറ്റ് വിച്ച് ഈസ് നോട്ട് റിട്ടൺ ഇൻ ദ ഫോം ഓഫ് എ ടെക്സ്റ്റ്. ഇനി അതിന് എക്സാമ്പിൾസ് നോക്കിയേ. അപ്പോൾ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഏതൊക്കെ രാജ്യങ്ങളിലാണ്, അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഏതൊക്കെ രാജ്യങ്ങളിലാണ്? റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എവിടെയൊക്കെ ഉള്ളത്? ഇന്ത്യ, USA, ഫ്രാൻസ്, ഓസ്ട്രേലിയ, ബ്രസീൽ, സൗത്ത് ആഫ്രിക്ക, ഇതൊക്കെ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ള സ്ഥലങ്ങളാണ്. ഇനി അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എവിടെയൊക്കെയാണ്? ബ്രിട്ടൻ, ഇസ്രായേൽ, ന്യൂസിലൻഡ് അല്ലേ. ബ്രിട്ടനും ഇസ്രായേലും ന്യൂസിലൻഡുമാണ് അൺറിട്ടൺ. അപ്പോൾ നിങ്ങളിവിടെ ഈ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനും എക്സാമ്പിളും എഴുതണം. അതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, ഡിഫറൻസ് ബിറ്റ്വീൻ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, അതും എഴുതണം. ഇനി നെക്സ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി. എന്താണ് ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി? There is an independent judiciary in our country to protect the citizens' rights. സിറ്റിസൺസിൻ്റെ അവകാശങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി ഉണ്ട്, സ്വതന്ത്രമായിട്ടുള്ള ഒരു നീതിന്യായ വ്യവസ്ഥയുണ്ട്. ദ മെയിൻ ഡ്യൂട്ടി ഓഫ് ദി ജുഡീഷ്യറി ഈസ് ടു ലീഗലി പ്രൊട്ടക്ട് ദ പീപ്പിൾ ആൻഡ് ടു പണിഷ് ദ ഗിൽറ്റി. എന്താണ് ജുഡീഷ്യറിയുടെ മെയിൻ ഡ്യൂട്ടി? ലീഗലി പ്രൊട്ടക്ട് ദ പീപ്പിൾ, നിയമപരമായിട്ട് ജനങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അതേപോലെ തന്നെ ആൻഡ് ടു പണിഷ് ദ ഗിൽറ്റി, കുറ്റങ്ങൾ ചെയ്യുന്ന ആളുകളെ പണിഷ് ചെയ്യുക, ശിക്ഷിക്കുക, അതാണ് ജുഡീഷ്യറിയുടെ മെയിൻ ഡ്യൂട്ടി. ദ ജുഡീഷ്യറി ഈസ് ഇൻഡിപെൻഡൻറ്റ് ഫ്രം ദി ഇൻഫ്ലുവൻസ് ഓഫ് ദി ലെജിസ്ലേച്ചർ ആൻഡ് ദി എക്സിക്യൂട്ടീവ്, ദ ടു അതർ ഓർഗൻസ് ഓഫ് ദി ഗവൺമെൻറ്. ഇനി ജുഡീഷ്യറി ഇൻഡിപെൻഡൻ്റ് ആണ്. മറ്റ് ഗവൺമെൻറ്റിൻ്റെ 3 ഓർഗൻസാണ് ഏതൊക്കെ? ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി. ഇത് ഗവൺമെൻറ്റിൻ്റെ 3 ഓർഗൻസാണ്. പക്ഷേ ഈ ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് എന്നുള്ള 2 ഓർഗനിൽ നിന്നും ജുഡീഷ്യറി ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി തന്നെയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു യുണീക്ക് ഫീച്ചർ. ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി, അതിൽ നമ്മൾ എഴുതേണ്ട പോയിൻറ്റ്സ് എന്തൊക്കെയാണ്? ദ മെയിൻ ഡ്യൂട്ടി ഓഫ് ദി ജുഡീഷ്യറി ഈസ് ടു ലീഗലി പ്രൊട്ടക്ട് ദ പീപ്പിൾ ആൻഡ് ടു പണിഷ് ദ ഗിൽറ്റി. The judiciary is independent from the influence of the legislature and the executive, the 2 other organs of the government. അപ്പോൾ ഇത്രയുമാണ് അതിൽ വരുന്നത്. അപ്പോൾ ഇവിടെ വേറൊരു ക്വസ്റ്റ്യൻ മാത്രമായിട്ടും ചോദിക്കാം. ഏതൊക്കെയാണ് ദ ഓർഗൻസ് ഓഫ് ഗവൺമെൻറ്? അതിലൊന്ന് ലെജിസ്ലേച്ചർ, രണ്ടാമത്തത് എക്സിക്യൂട്ടീവ്, മൂന്നാമത്തത് ജുഡീഷ്യറി. ഇനി അടുത്തത് നോക്കുക, ഹൈറാർക്കി ഓഫ് ദി ഇന്ത്യൻ ജുഡീഷ്യറി. ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ഹൈറാർക്കി. ഇവിടെ നിങ്ങൾക്കൊരു പിക്ചർ കാണുന്നുണ്ട് അല്ലേ? സുപ്രീം കോർട്ട്, ഹൈക്കോർട്ട്, ഡിസ്ട്രിക്ട് കോർട്ട്, സബ് കോർട്ട്, മുനിസിപ്പൽ കോർട്ട്, മജിസ്ട്രേറ്റ് കോർട്ട്. ഇത് തന്നെയാണ് ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ഒരു ഹൈറാർക്കി. ഹൈറാർക്കി എന്ന് പറഞ്ഞാൽ അധികാര ശ്രേണി. ഏറ്റവും കൂടുതൽ അധികാരം ആർക്കാണുള്ളത്, അതിനുശേഷം ആർക്കാണ്, അങ്ങനെയുള്ളതിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ തന്നെ നിങ്ങളുടെ നോട്ടിൽ വരയ്ക്കണം. ഇതെപ്പോഴും നമുക്ക് എക്സാമിന് ചോദിക്കാറുള്ള. ഇനി അതിനെ ബേസ് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ ഉണ്ട്. വിച്ച് ഈസ് ദ ഹയസ്റ്റ് കോർട്ട് ഇൻ ഇന്ത്യ? വിച്ച് ഈസ് ദ ഹയസ്റ്റ് കോർട്ട് ഇൻ എ സ്റ്റേറ്റ്? വിച്ച് ഈസ് ദ ലോവസ്റ്റ് കോർട്ട് ദാറ്റ് ഡീൽസ് വിത്ത് സിവിൽ കേസസ്? വിച്ച് ഈസ് ദ ലോവസ്റ്റ് കോർട്ട് ദാറ്റ് ഡീൽസ് വിത്ത് ക്രിമിനൽ കേസസ്? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ കണ്ടുപിടിച്ചെഴുതണം. എളുപ്പമാണ്, ഒരു പ്രയാസമില്ല. നമുക്ക് ഈ ഒരു ഹൈറാർക്കി നോക്കിയാൽ തന്നെ അറിയാം അതിൻ്റെ ആൻസർ. അത് നിങ്ങൾ എഴുതാം. ഇനി
അടുത്തത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്. എന്താണ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കൂ, ദ റൈറ്റ് ടു എഡ്യൂക്കേഷൻ RTE. അതെന്താ? ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ഫോർ ഓൾ ചിൽഡ്രൻ ബിറ്റ്വീൻ 6 and 14 ഇയേഴ്സ് ഓഫ് ഏജ് ഹാസ് ബീൻ മെയ്ഡ് പാർട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു റൈറ്റ് ടു എഡ്യൂക്കേഷൻ അല്ലേ, 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ എന്നുള്ളത് അത് നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റാണ്. ഇനി വാസ് ദ റൈറ്റ് ടു എഡ്യൂക്കേഷൻ എ ഫണ്ടമെൻ്റൽ റൈറ്റ് വെൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ഇൻടു ഫോഴ്സ്. അപ്പോൾ ഈ ഒരു നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷൻ വന്ന സമയത്ത് തന്നെ ഈ റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്നുള്ളത് ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിരുന്നോ? അപ്പോൾ അത് ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിരുന്നില്ല. പിന്നീടാണ് അതൊരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിട്ട് വന്നത്. ആദ്യം റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്നുള്ളത് ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിരുന്നില്ല. പക്ഷേ പിന്നീട് കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ വന്നതിന് ശേഷമാണ് പിന്നീട് കഴിഞ്ഞിട്ടാണ് ഇതൊരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിട്ട് വന്നത്. അപ്പോൾ അതെന്നാണ്? റൈറ്റ് ടു എഡ്യൂക്കേഷൻ ബിക്കം എ ഫണ്ടമെൻ്റൽ റൈറ്റ് ത്രൂ എ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് മെയ്ഡ് ബൈ ദി പാർലമെൻറ്റ് ഇൻ 2002. റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്നുള്ളത് ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിട്ട് വന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിലൂടെയാണ്. അതെന്നാണ്? 2002 പാർലമെൻറ്റ് നടപ്പിലാക്കിയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റിലൂടെ, ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റായിട്ട് മാറിയത്. അപ്പോൾ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ? അഡീഷൻസ് ആൻഡ് ഡിലീഷൻസ് മെയ്ഡ് ഇൻ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് നോൺ ആസ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തൊക്കെ അഡീഷൻസ് ആണ് നടത്തുന്നത്, അതായത് കൂട്ടിച്ചേർക്കലുകൾ, അതുപോലെ തന്നെ ഡിലീഷൻസ്, അതിൽ നിന്ന് എന്തൊക്കെയാണ് ഡിലീറ്റ് ചെയ്യുന്നത്, ഒഴിവാക്കുന്നത്, ഇങ്ങനെ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്. The Parliament has the power to modify the Constitution as per the need of the time. പാർലമെൻറ്റിന് സമയത്തിനനുസരിച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ മോഡിഫൈ ചെയ്യാനുള്ള അധികാരമുണ്ട്. ബട്ട് ദ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ക്യാൻ നെവർ ബി ചേഞ്ച്ഡ്. പക്ഷേ അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾസ് ചേഞ്ച് ചെയ്യാനുള്ള അധികാരമില്ല. ദ റൈറ്റ് ടു പ്രോപ്പർട്ടി വാസ് എ ഫണ്ടമെൻ്റൽ റൈറ്റ് ഇൻ ദി ബിഗിനിങ്. റൈറ്റ് ടു പ്രോപ്പർട്ടി, അതായത് സ്വത്തിന്മേലുള്ള അവകാശം എന്നുള്ളത് ആദ്യം ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിരുന്നു. ബട്ട് ഇറ്റ് വാസ് ഡിലീറ്റഡ് ഫ്രം ദ ലിസ്റ്റ് ത്രൂ ഇൻ ദി 44th അമെൻമെൻറ്റ്. പക്ഷേ പിന്നീട് ഇത് എന്ത് ചെയ്തു? ഡിലീറ്റ് ചെയ്തു. 44ാമത്തെ അമെൻമെൻറ്റിലൂടെ ഇത് ഡിലീറ്റ് ചെയ്തു. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ എഴുതേണ്ട ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്? അതിൻ്റെ ആൻസർ എന്താണ്? അഡീഷൻസ് ആൻഡ് ഡിലീഷൻസ് മെയ്ഡ് ഇൻ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് നോൺ ആസ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ്. ഇനി അതിന് എക്സാമ്പിളും കൂടി നിങ്ങൾ എഴുതണം. എന്താണ് അതിൽ അഡീഷൻസ് നടത്തുന്നതിന് എക്സാമ്പിൾ ഏതാ? റൈറ്റ് ടു എഡ്യൂക്കേഷൻ ബിക്കം എ ഫണ്ടമെൻ്റൽ റൈറ്റ് ത്രൂ എ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് മെയ്ഡ് ബൈ ദി പാർലമെൻറ്റ് ഇൻ 2002. ഇതാണ് ഏതിന് എക്സാമ്പിൾ? അഡീഷൻ നടത്തിയതിന് എക്സാമ്പിൾ. ഇനി ഡിലീഷൻ നടത്തിയതിന് എക്സാമ്പിൾ ഏതാണ്? ദ റൈറ്റ് ടു പ്രോപ്പർട്ടി വാസ് എ ഫണ്ടമെൻ്റൽ റൈറ്റ് ഇൻ ദി ബിഗിനിങ് ബട്ട് ഇറ്റ് വാസ് ഡിലീറ്റഡ് ഫ്രം ദ ലിസ്റ്റ് ത്രൂ ദി 44th അമെൻമെൻറ്റ്. അതാണ് ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരിക. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഇതോട് കൂടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ചെയ്യാനുള്ള ഒരു വർക്ക് ഞാനിവിടെ തന്നിട്ടുണ്ട്. ആദ്യം ഏതാണ്? ഹൈറാർക്കി ഓഫ് ദി ഇന്ത്യൻ ജുഡീഷ്യറി. ഇതാണ് നിങ്ങൾ ചെയ്യാനുള്ള ഒരു വർക്ക്. ഹൈറാർക്കി ഓഫ് ദി ഇന്ത്യൻ ജുഡീഷ്യറി എഴുതുക. എന്നിട്ട് ഈ ഒരു പിക്ചർ വരച്ചിട്ട് ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറുകൾ എല്ലാം എഴുതിയിട്ട് അയച്ചു തരിക കേട്ടോ. ഇതാണ് നിങ്ങൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ എഴുതി അയച്ചു തരാനുള്ള വർക്ക്. അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത ഒരു ചാപ്റ്ററുമായിട്ട് കാണാം. താങ്ക് യു.